നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിൽ വായനാ ദിനാഘോഷവും നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും നടത്തി. ദിനാചരണത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരവും പത്രവായനാ മത്സരവും നടത്തപ്പെട്ടു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിൽ വായനാ ദിനാഘോഷവും വായനാ വാരാചരണ പ്രഖ്യാപനവും നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മാരത്തോൺ വായനാരംഭവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു വായനാ ദിനാചരണ ഉദ്ഘാടനവും മാഗസിൻ പ്രകാശനവും, എഴുത്തുകാരി സിന്ധു ഉല്ലാസ് വായനാ വാരാചരണ പ്രഖ്യാപനവും വായനാ ദിന സന്ദേശവും, പൂർവ്വ വിദ്യാർത്ഥിനിയും റിട്ടയർഡ് അധ്യാപികയുമായ അമ്മിണി ടീച്ചർ നവീകരിച്ച ലൈബ്രറിയും മാരത്തോൺ വായനാരംഭവും ഉദ്ഘാടനം ചെയ്തു. എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ അധ്യാപക വിദ്യാർത്ഥികൾ വെറും വിദ്യാർത്ഥികളല്ല, വെറും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലൂന്നിക്കൊണ്ട് നിൽക്കുന്ന കൊച്ചു പെൺകുട്ടികളല്ല. വലിയൊരു ഉത്തരവാദിത്വം നെഞ്ചിലേക്ക് അല്ലെങ്കിൽ തലയിലേക്കേണ്ടവരാണ് നിങ്ങൾ. നാളെ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് കുരുന്നുകളുടെ ഭാവിയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പറയും വായന വാരാചരണം അല്ലെങ്കിൽ വായന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ പറയാനുള്ളത് ഒരേ ഒരു വാചകമാണ്, നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ വാചകം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും. അങ്ങനെ ഒരു വാചകമാണ് വായനയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ആ ചെറിയൊരു വാചകത്തിൽ നിന്ന് വലിയ വലിയ അർത്ഥതലങ്ങളിലേക്കാണ് വായനയെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. റിട്ടയർഡ് അധ്യാപിക ഷക്കീല കയ്യൊപ്പ് പ്രകാശനവും അക്ഷരമര സമർപ്പണവും നടത്തി. ദിനാചരണത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരവും പത്രവായനാ മത്സരവും വിദ്യാർത്ഥിനികളുടെ IT പ്രസന്റേഷനും നടത്തപ്പെട്ടു. PTA വൈസ് പ്രസിഡന്റ് PP രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷിയാസ് PS, വിദ്യാർത്ഥികളായ നുസ്രത്ത് അലിയാർ, അർച്ചനാമോൾ PA, ലക്ഷ്മി നന്ദ S എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.